എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം 27 നക്ഷത്രക്കാർക്ക് എങ്ങനെ? ഇതിൽ പറയുന്നത് മേടക്കൂറാണ്. അശ്വതി ഭരണി കാർത്തിക കാലാണ് പറയുന്നത്. ഇവർക്ക് തൊഴിലിൽ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഗൃഹത്തിൽ സൗഖ്യം നിലനിൽക്കും. ഭാഗ്യാധിപൻ്റെ ഭാഗ്യത്തിലേക്കുള്ള നോട്ടം ഉണ്ടെങ്കിലും ശനിയുടെ 12ാം ഭാവത്തിലെ സ്ഥിതി അതുകൊണ്ട് നമുക്ക് കാര്യവിജയം, പ്രവൃത്തി വിജയം എന്നിവ അനുഭവമാകുമെങ്കിലും ശനിയുടെ പ്രവർത്തനം മൂലം അല്പം മങ്ങലുകളൊക്കെ അനുഭവപ്പെടും. ഈ കൂട്ടു ബിസിനസ്സൊന്നും തൽക്കാലം ആരും പണം മുടക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ പിന്തുണകളൊക്കെ നമുക്ക് നല്ലോണം ലഭിക്കും. ചെറുപ്പക്കാർക്ക് വിവാഹങ്ങളൊക്കെ പറ്റിയ അനുകൂലമായ സമയമാണ്. ഇഷ്ടപ്പെട്ട് വരുന്നതാണ് പറയണത്. പെൺകുട്ടികളാണെങ്കിൽ ചെക്കന്മാർക്ക് പെൺകുട്ടികളെങ്കിൽ ഇഷ്ടപ്പെട്ട് വരുത്തേ അനുകൂലമായിട്ട് വരുന്നതാണ് പറയണത്. പുതിയ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്ക് അല്പം സ്ഥാനം മാറി തൊഴിൽ ലഭിക്കുന്നൊക്കെ പറയണത്. രാഹുവിൻ്റെ സ്ഥിതി നല്ലതാണ്. അവർക്ക് നല്ല ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതി തുടങ്ങാനുള്ളതായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. സമയം ഇവർക്ക് അനുകൂലമാണ്. പുണ്യക്ഷേത്ര ദർശനം ചെയ്താൽ നല്ലത്. പ്രായം ചെന്ന ആളുകൾക്ക് വാതരോഗങ്ങളൊക്കെ ചികിത്സകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചികിത്സകൾ കുറച്ച് കൂട്ടേണ്ടി വരുന്ന അങ്ങനെ പറയണത്. അനാവശ്യ ചെലവുകൾ വരുത്തറേ. കുഞ്ഞുങ്ങൾക്ക് ബാലാരിഷ്ടത ശ്രദ്ധയോടെ ചികിത്സിക്കണം എന്നാണ് പറയണത്. ദോഷപരിഹാരമായിട്ട് ശനീശ്വര ക്ഷേത്ര ദർശനം, നീരാഞ്ജനം, ശാസ്താവിന് നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ കൂവളമാല, ശംഖാഭിഷേകം, ജലധാര എന്നിവയൊക്കെ നടത്തുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ഏറ്റവും ഉത്തമം.